ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആതിര അർച്ചന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആണ്. അപ്പോൾ എന്താണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതറിയുന്നതിന് മുന്നേ ആദ്യം ക്യാപിറ്റലിസം സോഷ്യലിസം ഒക്കെ നമുക്കറിയണം. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ് ഒരു എക്കോണമിയിലെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. സോഷ്യലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ആണ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. ഇനി വർക്കിംഗ് ക്ലാസ് ആണ് ഒരു എക്കോണമീൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഒരു എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം ആണ് എന്ത് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത് ഈ ഒരു എക്കോണമിയിലെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ആശയത്തെയാണ് എന്ത് പറയുന്നത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. സഹകരണ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യമൊക്കെ വഴി രാജ്യത്തെ അല്ലെങ്കിൽ ഒരു എക്കോണമിയിലെ ഡിസ്ട്രിബ്യൂഷനും പ്രൊഡക്ഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് അല്ലെങ്കിൽ ആ ഒരു ആശയമാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നുള്ളത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് കൺട്രി ഈസ് സ്ട്രോങ്ലി ഇൻട്രസ്റ്റഡ് ഇൻ അഡോപ്റ്റിംഗ് ദ ഫിലോസഫി ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നുള്ള ഫിലോസഫി അഡോപ്റ്റ് ചെയ്യാൻ സ്ട്രോങ്ലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് അതിനുവേണ്ടി മുൻകൈ എടുത്ത കൺട്രി ഏതാണെന്നാണ്. ബ്രിട്ടൻ ആണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇൻട്രൊഡ്യൂസ് ദ ടേം കോപ്പറേറ്റീവ് കോമൺവെൽത്ത്? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാന്നാണ്? ചാൾസ് ഗൈഡ് ആണ് ആ ഒരു ടേം കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ചാൾസ് ഗൈഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. കോപ്പറേറ്റീവ് ഫ്ലാഗ് ഒക്കെ പഠിച്ചപ്പോൾ ചാൾസ് ഗൈഡിനെ കുറിച്ച് പഠിച്ചതാണ്. ICAക്ക് വേണ്ടി ചാൾസ് ഗൈഡ് ആണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത്. കോപ്പറേറ്റീവ് ഫ്ലാഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരു പേര് പഠിച്ചിട്ടുണ്ട്, ബെർണാഡ് ഡോട്ട്. ഫ്ലാഗ് സജസ്റ്റ് ചെയ്തതാണ് ബെർണാഡ് ഡോട്ട്. ചാൾസ് ഗൈഡ് ആണ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ICAക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതും അയാളാണ് ഈ ഒരു ടേം കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തതും. പിന്നെ DR ഗാഡ്ഗിലും VL മേത്തയൊക്കെ കോപ്പറേഷൻ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആളുകളാണ്. DR ഗാഡ്ഗിൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾസുമായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരാളാണ്. VL മേത്ത രജിസ്ട്രാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ VL മേത്ത കമ്മിറ്റീൻ്റെ റെക്കമെൻഡേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ആ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചാൾസ് ഗൈഡ് ആണ്. പിന്നീട് വിച്ച് ഓതർ ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്രൊമോട്ടിംഗ് ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഇൻ ഇറ്റ്സ് റൈറ്റിംഗ്? അതായത് ഏത് ഓതറാണ് അവരുടെ എഴുത്തിലൂടെ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഐഡിയ പ്രൊമോട്ട് ചെയ്തതെന്നാണ്. DR ഗാഡ്ഗിലാണ് ഈ ഒരു കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നുള്ള ഐഡിയ അവരുടെ റൈറ്റിംഗിലൂടെ പ്രൊമോട്ട് ചെയ്തത്. ദ ബുക്ക് ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് അഡ്വക്കേറ്റ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ടുവേർഡ്സ് കോമൺവെൽത്ത് എന്ന് പറയുന്നത് DR ഗാഡ്ഗിലിൻ്റെ ബുക്കാണ്. അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്താന്നാണ്? കോപ്പറേറ്റീവ് കോമൺവെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്. അതുവഴിയാണ് അയാൾ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നുള്ള ആശയം പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ DR ഗാഡ്ഗിലിൻ്റെ ബുക്കാണ് ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. അത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ബുക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ഹു ഈസ് എ സ്ട്രോങ് സപ്പോർട്ടർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഈ കോപ്പറേറ്റീവ് കോമൺവെൽത്തിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടറായിട്ട് നിന്നിരുന്ന ആളാണ് VL മേത്ത എന്ന് പറയുന്നത്. VL മേത്തയാണ് ഇതിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടറായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ. അപ്പോൾ ഇതാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൺട്രീൻ്റെ എക്കണോമിക് ആയിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഓൺ ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അത്തരം ഒരു കോൺസെപ്റ്റിന് അല്ലെങ്കിൽ ഐഡിയ ആണ് എന്ത് പറയുന്നത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്